കനത്ത മഴയിൽ മലബാറിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് ജില്ലയിൽ 3 താലൂക്കുകളിലായി 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 34 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മലപ്പുറത്ത് മണ്ണിടിഞ്ഞും കാസർഗോഡ് വെള്ളക്കെട്ടും മൂലം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂരിൽ നിന്നുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കി. മലബാറിൽ വിവിധയിടങ്ങളിലായി മഴ ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 27 വില്ലേജുകളിലായി 27 വീടുകൾ കനത്ത മഴയിൽ ഭാഗികമായി തകർന്നു. 34 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മാവൂർ തെങ്ങിലക്കടവ് ആയംകുളത്ത് റോഡ് പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കുറേ ആളുകൾ അവിടെ ഈ റോഡിനെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ ഭാഗത്ത് കുറേ ആളുകൾ താമസിക്കുന്നത്. ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മാവൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ ജനങ്ങൾക്ക് നടന്നു പോകുന്നതിനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കും. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കാക്കഞ്ചേരിയിൽ പുലർച്ചെ മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതം തടസ്സപ്പെട്ടു. കാസർഗോഡ് ദേശീയപാതയ്ക്ക് സമീപം പുല്ലൂർ പെരിയ റോഡിലുണ്ടായ വെള്ളക്കെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കി. പ്രതികൂല കാലാവസ്ഥ കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകി. അബുദാബി, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് വൈകിയത്. വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിച്ചു. കൊയിലാണ്ടി കൊല്ലംചിറയ്ക്ക് സമീപം ഹോട്ടലിന് മുൻപിൽ മരത്തിന്റെ കൊമ്പ് പൊട്ടി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. കൊയിലാണ്ടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുന്നമംഗലം മേലെ ചെറുവലത്ത് സതീഷ് കുമാറിന്റെ വീടിന്റെ മുറ്റമിടിഞ്ഞ് വീട് അപകട ഭീഷണിയിലാണ്. ശക്തമായ മഴയിൽ കുന്നമംഗലം വാഴപ്പറമ്പ് ശ്രീലേഷിന്റെ കിണർ ആൾമറയടക്കം ഇടിഞ്ഞു താഴ്ന്നു. കോഴിക്കോട് ബാലുശ്ശേരി വീവേഴ്സ് കോളനിയിൽ വെള്ളം കയറിയതിനാൽ 35 പേരെ മാറ്റിപ്പാർപ്പിച്ചു. തൊട്ടടുത്ത ഗവൺമെന്റ് LP സ്കൂളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.